അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഈ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 4 മീഡിയം സൈസ് ഓറഞ്ച് തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓറഞ്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വലിയ ഓറഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2ഓ 3ഓ ഒക്കെ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഓറഞ്ച് ജ്യൂസിൽ നമ്മളധികം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാറില്ല. അപ്പം ആകെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് അടിച്ചെടുക്കരുത്. ഒരു 30 സെക്കൻഡ് പൾസ് ചെയ്ത് വേണം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരേ സ്പീഡിലിട്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുരുവെല്ലാം അരഞ്ഞിട്ട് വല്ലാത്തൊരു കയ്പ്പ് രസമായി പോവും. ഈ ഓറഞ്ചിൻ്റെ കുരുവൊന്നും അരഞ്ഞു പോകാത്ത രീതിയിൽ പൾസ് ചെയ്ത് അതായത് നിർത്തി വേണം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ശരി, ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. കണ്ണിലെ ഒരുപാട് അങ്ങ് അരഞ്ഞൊന്നും പോയിട്ടില്ല. ഇതുപോലെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചിൽ വെച്ചോ പ്രസ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് മുഴുവനും എടുക്കാം. കണ്ടില്ലേ, കുരുവൊന്നും അരഞ്ഞു പോയിട്ടില്ല. ഈ ഒരു രീതിക്ക് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കുരുവൊന്നും അരഞ്ഞു പോകാതിരുന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഓറഞ്ചിൻ്റെ കുരുവെല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഈ ജ്യൂസെല്ലാം ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് അമർത്തി അതിൻ്റെ ജ്യൂസ് മുഴുവനും എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ജ്യൂസ് മുഴുവനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാരയിട്ട് ഓറഞ്ച് ജ്യൂസായിട്ട് കുടിക്കാവുന്നതാണ്. കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഈ ഓറഞ്ച് ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചെടുക്കുന്ന സമയത്ത് ഈ കുരുവെല്ലാം കൂടി അടിഞ്ഞിട്ടാണ് ഇതൊരു കയ്പ്പ് രസമായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പൾസ് ചെയ്ത് ഓറഞ്ച് ജ്യൂസ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അരിച്ചിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ആവശ്യത്തിലുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ഓറഞ്ചാണ്. മധുരം കുറവുള്ള ഓറഞ്ചാണെന്നുണ്ടെങ്കിൽ അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒഴിവാക്കാം. കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഓറഞ്ച് ജ്യൂസ് കുറച്ചും കൂടെ സ്പെഷ്യൽ ആകുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി നീരാണ്. നമ്മൾ ഓറഞ്ച് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. ആ ഒരു സമയം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി അരയാതെ കിടക്കും. അതുകൊണ്ടാണ് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ നീര് മാത്രമാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ബ്ലെൻഡ് ചെയ്തെടുത്ത ഓറഞ്ച് ജ്യൂസ് 3 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരിൽ ഗ്ലാസ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പഞ്ചസാരയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ഓറഞ്ച് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പുതിനയും കൂടെ വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒട്ടും കയ്പൊന്നുമില്ലാത്ത ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നോമ്പ് സമയത്തും ഈ ചൂട് സമയത്തും ഇതുപോലെ ഒരു പ്രാവശ്യം ഈ കയ്പില്ലാത്ത സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്